ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോ എന്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എന്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി വേണം, അത് മറ്റൊരു വ്യക്തിയുടെ കാര്യമായതുകൊണ്ട് തരാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഗൂഢാലോചന നടന്ന എനിക്കെതിരെയാണ്. സുഗുണം പോകരുത്. എനിക്കെതിരെ നടന്ന് ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞ് വളച്ചൊടിച്ച് എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് 3 മണിക്കൂർ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഹറാസ് ചെയ്യപ്പെട്ടു. ലിറ്ററലി കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അതിന്റെ ട്രോമ മാറിയിട്ടില്ല എനിക്കിപ്പോഴും. ഇപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആലോചിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്, ഒരു കാര്യമില്ലാതെ. അത് ഞാൻ കമ്മിറ്റിയിൽ എന്റെ അഭിപ്രായങ്ങള്, ഞാൻ എല്ലാ അഭിപ്രായത്തോടും യോജിച്ച് പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന അഭിപ്രായത്തോട് ഞാൻ കൂടെ നിൽക്കാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നതിന്റെ കൂടെ ഞാൻ നിൽക്കാറുമില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. എന്റെ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്, മിനിറ്റ്സിൽ അത് എഴുതാറുണ്ട്. സാധാരണ മെമ്പേഴ്സിനോട് ഇവിടത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എന്റെ ഉണ്ടായിട്ടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്, അദ്ദേഹം പല മെമ്പേഴ്സിനോടും ഒക്കെയാണ് പറഞ്ഞത്. അവരെല്ലാവരും സാക്ഷി പറയാൻ വരുമോ എന്നൊന്നും എനിക്കറിയില്ല. അതില് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി അത് കേട്ടിട്ടുണ്ട്. ചേച്ചി എന്നോടത് പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമായി. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.